തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി. അദ്ദേഹം നാരായണാലയത്തിലാണ്, ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൻ്റെ വടക്ക് വശത്ത് നാരായണാലയം. അദ്ദേഹം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഗുരുവായൂർ മേശാന്തിയായിരുന്നു. പാറ നമ്പൂതിരി എന്ന് പറയും. അദ്ദേഹമായിരുന്നു അത്ര മേശാന്തി. അക്കാലത്താണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ച് ഭക്തോത്തമനായി, ഭാഗവതോത്തമനായി. ഇന്ന് കാണുന്ന ഭാഗവത സപ്താഹത്തിൻ്റെ ഒരു മാതൃക അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ മേക്കാട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആരംഭിച്ച, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലത്തിൽ ദേവസ്വത്തിൽ എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരെയും വിളിച്ച് ഒരു ലോകത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നാലോചിച്ചു. അന്ന് അവരെല്ലാവരും കൂടി അഭിപ്രായപ്പെട്ടതനുസരിച്ച് ആഞ്ഞം തിരുമേനിയുടെ ഗുരുനാഥനായ മേക്കാട്ട് നീലകണ്ഠ സദ്ഗുരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്നും ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ധ്യാനേരത്ത് അല്പനേരം നാരായണ ജപം, അതിനുശേഷം അല്പം ഒരു ചെറിയൊരു പ്രഭാഷണവും നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ആ നാമജപത്തിൽ വരുന്ന കുട്ടികൾക്കൊക്കെ പഴമോ പലഹാരങ്ങളൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ആദ്യം ക്ഷേത്രം കൂത്തമ്പലത്തിലും ക്ഷേത്രം ഊട്ടുപുരയിലുമൊക്കെയാണ് നടന്നിരുന്നത്. ഇന്ന് അത് തെക്കേ ഭാഗത്തുള്ള ആധ്യാത്മിക ഹാളിലാണ് നടന്നു വരുന്നത്. അന്ന് മുതൽക്ക് ഒരു ദിവസം മുടങ്ങാതെ, അതായത് ക്ഷേത്രത്തിലെ ഈ സൗകര്യമുള്ള ദിവസങ്ങളെല്ലാം മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാവും. ആഞ്ഞത്തിൻ്റെ സ്മരണയിൽ ഇന്നും ആ നാമജപം നടന്നു വരുന്നു. അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു അഭിവൃദ്ധിയുടെ ഒരു കാരണം. അതുപോലെ ക്ഷേത്രത്തിൽ വരുന്ന ഈ സപ്താഹങ്ങൾ, നിത്യ സപ്താഹം നടക്കുന്ന സ്ഥലമാണ്. ഭാഗവത സപ്താഹമായിട്ടും നാരായണീയ സപ്താഹമായിട്ടും ഒക്കെ നടക്കുന്നതാണ്. ഈ ഭാഗവത സപ്താഹത്തിൻ്റെ ഒരു ആചാര്യൻ കൂടിയാണ് ആഞ്ഞം മാധവൻ നമ്പൂതിരി. അദ്ദേഹം തിരുനാമാചാര്യൻ എന്ന പേരിലാണ് അദ്ദേഹത്തിന് ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം അദ്ദേഹത്തിന് ഒരു ബഹുമതി നൽകി ആചരിക്കുകയുണ്ടായി. അത് അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗവത സപ്താഹം ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി തുടങ്ങി. അത് ഇന്നും നടന്നു വരുന്നു. അതിൻ്റെ നേതൃത്വം വഹിച്ചത് ആഞ്ഞം മാധവൻ നമ്പൂതിരിയായിരുന്നു, തിരുനാമാചാര്യൻ. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് തട്ടയൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, വൈശ്രവണത്ത് രാമൻ നമ്പൂതിരിപ്പാട്, ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, വിഷ്ണു നമ്പൂരി, അങ്ങനെ കുറേ ആചാര്യന്മാർ വേറെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ബഹുമതി കൊടുത്തവരെയൊക്കെ ആദരിച്ചു അന്ന് ദേവസ്വം. അങ്ങനെ അതിൻ്റെ നേതൃത്വമൊക്കെ വഹിച്ചിരുന്നത് തിരുനാമാചാര്യൻ ആഞ്ഞം നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ആ നാമജപം, ആ നാരായണ ജപം ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുസ്യൂതം നടന്നു വരികയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ നാരായണാലയത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കോടിയർച്ചന വരുന്നുണ്ട്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമദിവസം സമാപിക്കാവുന്ന തരത്തിൽ കോടിയർച്ചന നടക്കുന്നു. അതിനു പുറമെ അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പൻ എന്നൊരു മാസിക ആരംഭിച്ചു. അത് ഇപ്പോഴും കുറേ എത്രയോ വർഷങ്ങളായിട്ട് അത് തുറന്നു വരുന്നു. എല്ലാ മാസവും ഗുരുവായൂരപ്പൻ മാസിക, അത് ഭക്തജനങ്ങളുടെ ഗൃഹങ്ങളിൽ എത്തിക്കും. അതാണ് അതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാർത്തകൾ, അതുപോലെ ആധ്യാത്മിക കാര്യങ്ങൾ, ഓരോ ഭക്തന്മാരുടെ അനുഭവങ്ങൾ, വളരെ പ്രൗഢഗംഭീരമായ ലേഖനങ്ങൾ, അതൊക്കെ അതിൽ വരുന്നു. അങ്ങനെ ഒരു ഗുരുവായൂരപ്പൻ മാസിക അദ്ദേഹം ആരംഭിച്ചു. അതിന്നും തുറന്നു വരുന്നു. അങ്ങനെ ആധ്യാത്മരംഗത്ത് ആഞ്ഞം മാധവൻ നമ്പൂതിരി തിരുനാമാചാര്യൻ തുടങ്ങി വച്ച ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, കഞ്ഞി കൊടുക്കുക. ഒരു കൊച്ചി തമ്പുരാൻ എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹമാണ് അത് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് എമ്പ്രാന്തിരി, പരമേശ്വരൻ എമ്പ്രാന്തിരി എന്ന ഭക്ത അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി. അദ്ദേഹത്തിൻ്റെയും കാലശേഷം ഇപ്പോഴത് ആഞ്ഞം തിരുമേനി തുടങ്ങി വെച്ച നാരായണാലയം, ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് അവർ ഏറ്റെടുത്ത് ഇന്നും അത് നടന്നു വരുന്നു. അങ്ങനെ ഗുരുവായൂരിലെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ഒരു നിർണായക ഒരു മുദ്രപതിപ്പിച്ച ഒരു മഹാത്മാവാണ് ശ്രീ ആഞ്ഞം മാധവൻ നമ്പൂതിരി. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിന് പറയാറുള്ളത്. അദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വം തന്നെ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഭാഗവതോത്തമൻ അല്ലെങ്കിൽ മഹാപണ്ഡിതൻ. അദ്ദേഹം സംസ്കൃത പണ്ഡിതനുമായിരുന്നു, ഭാഗവതോത്തമനാണ്, ഭക്തനാണ്, പിന്നെ ഭഗവൻ തിരുനാമ ആചാര്യനാണ്. അങ്ങനെ ഒരുപാട് ബഹുമതികൾ ഉള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ ഇന്നും ക്ഷേത്രക്കുളത്തിൻ്റെ വടക്ക് വശത്ത് അവിടെ നാരായണാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ചെന്ന എല്ലാവർക്കും അവർ പ്രസാദം കൊടുക്കാറുണ്ട്. അവിടെ ഇപ്പോൾ ഇന്നും വളരെ സജീവമാണ്.
അദ്ദേഹത്തിൻ്റെ ആ ആഞ്ഞം തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ ഒരു സ്മരണ അത് ഇന്നും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ അഭിനവ പൂന്താനം എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം പൂന്താനം പൂജിച്ചിരുന്ന ഒരു വിഗ്രഹം, മുരളീധര വിഗ്രഹം, അത് അദ്ദേഹത്തിൻ്റെ പൂന്താനം ഇല്ലത്തിൽ നിന്ന് കിട്ടിയെന്നാണ്. അത് അവിടെ ഉള്ളവരൊക്കെ കൂടി അവരെന്ത് ചെയ്തു, അവർ ഇതെന്ത് ചെയ്യണം എന്ന് വന്നപ്പോൾ ദേവപ്രശ്നം വെച്ച് നോക്കി. അപ്പോൾ ആ പ്രശ്നത്തിൽ കണ്ടു ഇത് ഗുരുവായൂർ നാരായണാലയത്തിൽ ആഞ്ഞം തിരുമേനി അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം, അദ്ദേഹം വെച്ച് പൂജിക്കും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അങ്ങനെ അത് അവർ ഇവിടെ ഗുരുവായൂർ കൊണ്ടുവന്ന് ആ നാരായണാലയത്തിൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ഇന്നും നാരായണാലയത്തിൽ വെച്ച് നിത്യപൂജ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പൂന്താനവുമായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു ജന്മാന്തര ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അഭിനവ പൂന്താനം എന്നുകൂടി അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഭക്തജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഭാഗവതോത്തമനായി, തിരുനാമാചാര്യനായി, അഭിനവ പൂന്താനമായി, അങ്ങനെ ഗുരുവായൂരിലെ ആധ്യാത്മ രംഗത്ത് ഇന്ന് അദ്ദേഹം വളരെ നിർണായകമായ ഒരു പങ്കുവഹിച്ച ഒരാളാണ് അദ്ദേഹം. ആ ആഞ്ഞം തിരുമേനിയുടെ തുടങ്ങിവെച്ച ആ നാരായണാലയം ഗുരുവായൂരിലെ ഒരു ആധ്യാത്മിക ആശ്രമമായി ഇന്നും ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൻ്റെ വടക്ക് വശത്ത് ശോഭിച്ച് നിൽക്കുന്നു. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി 1958 മാർച്ച് 19 ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ മോക്ഷപ്രാപ്തനായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വെണ്ണക്കൽ മാർബിൾ പ്രതിമ നാരായണാലയത്തിൽ പ്രതിഷ്ഠിച്ചു. അത് ഇന്നും ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമായ കർക്കിടകത്തിലെ അനിഴം നാളിൽ അത് എല്ലാ വർഷവും അന്ന് സമാപിക്കാവുന്ന തരത്തിൽ കോടിയർച്ചന നടത്തി വരുന്നുണ്ട്. അതും ആഞ്ഞം നമ്പൂതിരിയുടെ ഒരു സ്മരണയ്ക്കായിട്ട് ഇന്നും നിലനിർന്നു വരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും സന്ധ്യയ്ക്ക് നടക്കുന്ന നാമജപം ഉള്ളിടത്തോളം കാലം ആഞ്ഞം മാധവൻ നമ്പൂതിരിയെ എല്ലാവരും സ്മരിക്കും. അതാണ് അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രവുമായി വളരെ ബന്ധമുണ്ടായിരുന്നു ആഞ്ഞം മാധവൻ നമ്പൂതിരിക്ക്. അദ്ദേഹം ഗുരുവായൂരിലെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്നും. ഗുരുവായൂർ ഏകാദശിയുടെ തലേ ദിവസം ദശമി വിളക്ക് നടത്തി വന്നിരുന്നത് കോഴിക്കോട് സാമൂതിരി രാജാവായിരുന്നു. 1971 അദ്ദേഹത്തിന് അത് നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് ദേവസ്വത്തെ അറിയിച്ചപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തിയത് ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ്. 1971 ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റാണ് ഇന്നും എല്ലാ വർഷവും ദശമി ദിവസം ദശമി വിളക്ക് നടത്തി വരുന്നത്. പിന്നെ ഗുരുവായൂരിലെ പാർത്ഥസാരഥി ക്ഷേത്രം അതിൻ്റെ തുടക്കം മുതൽക്ക് അതിൻ്റെ പുനരുദ്ധാരണം, അതിൻ്റെ ഇന്ന് കാണുന്ന പോലെയുള്ള വളർച്ചയ്ക്കൊക്കെ നിദാനം അത് ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ ക്ഷേത്ര കമ്മിറ്റിയാണ്. അത് പുനരുദ്ധാരണത്തിന് പ്രവർത്തനങ്ങൾക്ക് അവർക്ക് മുൻഗണന കൊടുത്ത് അങ്ങനെ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ ആഹ്വാനപ്രകാരം ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജന്മാരും അവർക്ക് വേണ്ടി സംഭാവന സമർപ്പിച്ച് അത് സ്വരൂപിച്ചുണ്ടാക്കിയ ആ ഫണ്ട് കൊണ്ടാണ് ഈ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം നാം ഇന്ന് കാണുന്നത് പോലെയുള്ള പുനരുദ്ധാരണ കർമ്മങ്ങൾ നടത്തിയത്. അന്ന് ആഞ്ഞം മാധവൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ കൂടെ അഡ്വക്കേറ്റ് രാധാകൃഷ്ണയരും ചേർന്ന് പ്രവർത്തിച്ച് അവരാണ് അന്ന് ഇത്രയും ഡെവലപ്മെൻറ്റ്, ഇത്രയും ഈ ക്ഷേത്രത്തിന് അഭിവൃദ്ധി വരുത്താൻ കാരണം. ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് അത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തി ഇവിടെ വന്ന് പ്രദർശനം വെച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമൊക്കെ വിതരണം ചെയ്ത് തിരിച്ചു പോകുന്നു. അതുപോലെ ഗുരുവായൂർ ഏകാദശി സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥം എഴുന്നള്ളിപ്പ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധി വരെ വന്ന് തിരിച്ചു വരുന്നു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രവും പാർത്ഥസാരഥി ക്ഷേത്രവും തമ്മിൽ ഒരു ബന്ധവും കൂടിയുണ്ട്. അതിനൊക്കെ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ ഒരു സൽക്കർമ്മം അതിൻ്റെ പിന്നിൽ ഉണ്ട്. അതും കൂടി കാണേണ്ടതാണ്.